കലവറയിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറയൂ. ദേവികൃഷ്ണ. ദേവികൃഷ്ണ എവിടുന്നാ? പേരേത്തുമേന്നല്ലൂരോ? പിന്നെ എത്രല്ല പഠിക്കുന്ന മോള്? 2ല്. സെക്കൻഡ് ക്ലാസ്സില്. പറയൂ, മഴയൊക്കെ ഉണ്ടോ? ഇന്ന് നമ്മുടെ മഴയെ കുറിച്ചല്ലേ പറയുന്നേ? മഴയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, സുജയമ്മ, അച്ഛൻ, ഞാൻ, അന്നാടൻ ചേച്ചി, അമ്മച്ചൻ, അമ്മാമ്മ. ഒത്തിരി ആളുകളുണ്ട് അപ്പൊ വീട്ടിൽ. എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി പറഞ്ഞോ, മഴയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അറിയോ? അറിയത്തില്ലേ? ഒന്നും അറിയത്തില്ലേ? അതെന്താ, എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞോ പ്ലീസ്. ഞാൻ പാവല്ലേ? ജനലിന്റെ അടുത്ത് നിന്നൂടാ. അത് തന്നെ. അങ്ങനെ ഓരോന്നോരോന്നിട്ട് വരട്ടെ. മഴ പെയ്യുമ്പോ വെള്ളം വീഴുമ്പോ പനി പിടിക്കും. പനി വരും. മഴ നനയാൻ പാടില്ല. ഇടി വെട്ടുമ്പോ കതകിന്റെ ജനലിന്റെ അടുത്ത് പോയി പിടിച്ചോണ്ട് നിക്കരുത്. മഴ പെയ്യുമ്പോ സിറ്റൗട്ടിലിരിക്കാൻ പാടില്ല. സിറ്റൗട്ടിലിരിക്കാൻ പാടില്ല. കറക്റ്റ്. മഴ പെയ്യുമ്പം കുഴപ്പമില്ല. ഇടിയും മിന്നലും ഉള്ളപ്പോ സിറ്റൗട്ടിലൊന്നും ഇരിക്കാൻ പാടില്ല. ടെറസിൽ നിക്കാൻ പാടില്ല. അല്ലേ? കോൺക്രീറ്റ് ഭിത്തിയിലൊന്നും പിടിക്കാൻ പാടില്ല. പറ്റത്തില്ല. കോൺക്രീറ്റ് നമ്മുടെ ചുവരുകളിലൊന്നും ചാരി നിക്കരുത്. ഷോക്ക് കേൾക്കാൻ സാധ്യതയുണ്ടല്ലേ? പിന്നെ ഓടിക്കളിക്കാൻ പാടില്ല. വെളിയിൽ ഇറങ്ങി. ഇടിയും മിന്നലും ഒക്കെ ഉള്ളപ്പോഴോ മഴയുള്ളപ്പോഴോ ഒന്നും ഓടിക്കളിക്കരുത്. മിന്നലടിച്ച് ഡേഞ്ചറസ് ആണ്. പിന്നെ മരിച്ചു വരെ പോത്തില്ലേ മിന്നലടിച്ചാ? ഡേഞ്ചറാ. പക്ഷെ നമ്മൾ പേടിക്കണ്ട കേട്ടോ, പാനിക്കാവണ്ട. പിന്നെ മിന്നൽ അങ്ങനെ അടിക്കത്തില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണ്ടാ മതി. പിന്നെ മിന്നൽ വരുമ്പോ നമ്മള് സേഫ് ആയൊരു മുറിയിലിരിക്കുക. പുറത്തൊന്നും ഇറങ്ങാതെ, നിനക്ക് ജനലിന്റെ അടുത്തൊന്നും പോയി നിൽക്കാതെ, ഈ സിറ്റ് ഔട്ടിലോ ഒന്നും ഇരിക്കാതെ നമ്മൾ ഒരു മുറിയിൽ നമ്മുടെ ബെഡിലോ ഒക്കെ എങ്ങിരുന്നാ മതി. ചെയറിലോ ഒക്കെ ഇരിക്കാം. പിന്നെ പറ്റുമെങ്കിൽ നമുക്ക് തറയിൽ നേരിട്ട് ചവിട്ടാതെ ഒരു ചെരുപ്പിട്ട് നടക്കാം മിന്നലുള്ള സമയത്ത്. അത് കുറച്ച് സേഫ് ആയിരിക്കും. പിന്നെ ഉയരം കൂടിയ കെട്ടിടത്തിലൊന്നും നിൽക്കാൻ പാടില്ല അല്ലേ? ഹലോ. ഇല്ലേ? ഉയരം കൂടിയ കെട്ടിടത്തിന്റെ അടുത്തൊന്നും നിൽക്കാൻ പാടില്ല, കെട്ടിടത്തില്. പിന്നെന്തൊക്കെയുണ്ട്? പാട്ടോ? പാട്ട് നമ്മൾ ശനിയാഴ്ചയാ. ശനിയാഴ്ച പാടാം. ശനിയാഴ്ച രാവിലെ 10:15 വിളിക്കുവോ? അതിനകത്താ പാട്ട്. ഇനി ഇതിന്റെ ബാക്കി പറയോ? ദേവിക്കുട്ടിച്ചിടെ എന്നാ? ശനിയാഴ്ച. അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. ഇതെന്തൊക്കെയുണ്ട്? വേറൊന്നുമില്ല. സ്കൂളിലൊക്കെ പോയിട്ട് സ്കൂളൊക്കെ തുറക്കാറായോ? ഇല്ല. ജൂൺ 5. ജൂൺ. അപ്പൊ എങ്ങനെ, സ്കൂൾ ബസ്സിലാണോ പോണേ? അല്ല, ഓട്ടോയിലോ? അച്ഛൻ കൊണ്ടാക്കും. അച്ഛൻ കൊണ്ടാക്കുമ്പോ എങ്ങനെ, സ്കൂട്ടറിലാണോ, നടന്നാണോ, സൈക്കിളിലാണോ? ബൈക്കില്. ബൈക്കിൽ പോകുമ്പോ ഇപ്പൊ ഭയങ്കര റൂൾസ് അല്ലേ? അപ്പൊ നമ്മൾ ഹെൽമെറ്റ് വെക്കണം. എന്നിട്ട് സ്ലോ ആയിട്ട് നല്ല പോണം. മാസ്ക് വെക്കണം. സ്പീഡ് കുറച്ച് പോണം, മാസ്ക് വെക്കണം. ഇപ്പൊ കൊറോണ ഉണ്ട് അല്ലേ? സ്ലോയില് പോണം. 3 രൂപ വെച്ച് പൊക്കൂടാ. 3 രൂപ വെച്ച് പൊക്കൂടാ. അതെ, 3 രൂപ വെച്ച് പൊക്കൂടാ. അച്ഛനും വെക്കണം ഹെൽമെറ്റ്, മോളും വെക്കണം ഹെൽമെറ്റ് അല്ലേ? പിന്നെ മഴ കഴിഞ്ഞപ്പോ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാകുമ്പോ മഴയാവും. അപ്പൊ നമ്മള് അംബ്രല്ല യൂസ് ചെയ്യണം, റെയിൻകോട്ട് യൂസ് ചെയ്യണം അല്ലേ?
റെയിൻകോട്ട് എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കണം നമ്മുടെ കയ്യിൽ. എപ്പോഴാ മഴ വരുന്നത് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ മഴ നനയാതിരിക്കാൻ നമ്മൾ അതൊക്കെ ചെയ്യണം. പിന്നെ ആന്റിയുടെ പേരെന്ത്? എന്റെ പേര് രേഷ്മ. കിട്ടിയോ? എന്തുവാ? രേഷ്മ. കൊള്ളാവോ? നല്ല പേരാണോ? പിന്നെ പിന്നെ മഴ വരുമ്പോ നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? സ്വിച്ചിലൊന്നും ഇടാൻ പാടില്ല അല്ലേ? ടി വി ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അപ്പോഴേ ഓഫ് ചെയ്യണം. മഴക്കോള് കാണുമ്പോഴേ. ഫോണും കണ്ടൂടാ. ഫോണും കണ്ടൂടാ. ഫോൺ ചാർജ് ചെയ്യാൻ ഇടാൻ പാടില്ല. വൈഫൈ ഓണാക്കിട്ടൂടാ. വൈഫൈ ഓണാക്കിട്ടൂടാ. ഇപ്പൊ എല്ലാം അറിയാലോ. ഞാൻ വേഗം വേഗം ഇതൊന്ന് പറഞ്ഞേ. എന്നിട്ട് ഒരു കഥ പറയാൻ നിനക്ക് ഇതങ്ങ് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് വരും. അറിയാവുന്ന കാര്യങ്ങളെ എന്നോടൊരു കഥ പറയാന്ന് വിചാരിച്ചാൽ മതി. അപ്പോഴും പെട്ടെന്ന് വരും പറയാൻ പോയിന്റ്സ്. സ്വിച്ച് ബോർഡിലൊന്നും തൊട്ടൂടാ. മിന്നല് കെട്ടുമ്പോ ഞാൻ തോനേനെ ഫോണൊന്നും കണ്ടൂടാ. എന്നിട്ട് മിന്നല് കെട്ടുമ്പോ ഫോണും കണ്ടൂടാ. ടി വി കണ്ടൂടാ. എന്നിട്ട് കമ്പ്യൂട്ടർ ലാപ്ടോപ്സ് ഒന്നും യൂസ് ചെയ്തുകൂടാ. എന്നിട്ട് ഇത് ലാബും യൂസ് ചെയ്തൂടാ. പിന്നെ ഫോൺ തോനേരം കണ്ടൂടാ. ഫോൺ തോനേരം കണ്ട പൊട്ടിത്തെറിക്കും. ഫോൺ തോനെ നേരം നമ്മൾ കാണാൻ പാടില്ല. ഇടിയുള്ള സമയത്തൊന്നും ചാർജ് ചെയ്യാൻ പാടില്ല. പിന്നെ ഫോൺ ഒരുപാട് സമയം നമ്മൾ കയ്യിൽ സൂക്ഷിക്കണ്ട. അതായിരിക്കും നല്ലത്. എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നൊന്നും അറിയാൻ പറ്റത്തില്ല. മിന്നൽ വരെ ഇപ്പൊ ടവറിലൊക്കെ മിന്നൽ പിടിക്കുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്കത് ഫോൺ പൊട്ടിത്തെറിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അത് ദോഷമല്ലേ. അപ്പൊ നമ്മളത് മാക്സിമം മാറ്റി വെക്കുക അല്ലേ. പിന്നെ ഇപ്പൊ പുറത്തു പോവുകയാണെങ്കിൽ മഴ സമയത്തൊക്കെ ആണെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ചവിട്ടാതിരിക്കുക. ചിലപ്പോ വല്ല വൈദ്യുത കമ്പികളൊക്കെ പൊട്ടി വീണ് കിടക്കയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോക്ക് ഏൽക്കും അല്ലേ. കൈകൊണ്ട് മണ്ണൊന്നും വാരിക്കൂടാ. കൈ കൊണ്ട് മണ്ണൊന്നും വാരിക്കൂടാ. അതിനകത്ത് അതെന്താ കാര്യം? എന്തുവാ? മിസ്റ്റർ കീടാണു. അതിലെ പരസ്യമല്ലേ? അതൊരു പരസ്യമാണോ? പക്ഷെ അത് കറക്റ്റാ. ബാക്ടീരിയകളുണ്ട് അല്ലേ മണ്ണില്. അത് നമ്മുടെ നെയിൽസിനകത്ത് കയറും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ അത് നമ്മുടെ ഉള്ളിൽ പോവും. വയറ്റിൽ കയറും. പിന്നെ അവരവിടെ നിന്ന് അവരങ്ങ് ഏറ്റെടുക്കും നമ്മുടെ വയറ്. പിന്നെ അല്ലേ. പിന്നെ നമുക്കങ്ങ് അസുഖങ്ങളൊക്കെ ആയി പ്രശ്നങ്ങളാവും. പനിയാവും, വയറുവേദന വരും, ചുമ വരും. അങ്ങനെ പല പ്രശ്നങ്ങളാവും. അപ്പൊ നമ്മൾ മണ്ണിൽ കളിക്കാൻ പാടില്ല മഴ സമയത്തും അല്ലാത്തപ്പോഴും. പിന്നെ ഒത്തിരി കാര്യങ്ങൾ അറിയാലോ അപ്പൊ ദേവികുട്ടിക്ക്. അത് കുറച്ചുകൂടെ പറഞ്ഞുതരുമോ ചേച്ചിക്ക്? പിന്നെ ഈ മഴ മിന്നൽ സമയത്തൊക്കെ നമ്മൾ മരത്തിന്റെ ഒക്കെ അടിയിൽ പോയി നിക്കാതിരിക്കുക അല്ലേ. മിന്നലൊന്ന് മരത്തി അടിക്കുമ്പോ മിന്നല് നമ്മളെ നമുക്കും അത് കേൾക്കും അല്ലേ. പിന്നെ നിലത്ത് കിടക്കാതിരിക്കുക. നമ്മൾ തറയില് ഫ്ലോറിൽ കിടക്കാതിരിക്കുക അല്ലേ. തറയിൽ കിടന്നുകൂടാ. ഇപ്പൊ നമ്മൾ നടക്കുമ്പോഴായപ്പോലും നമുക്കൊരു ചപ്പൽ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മിന്നൽ സമയത്തൊക്കെ പെരക്കകത്ത് അല്ലേ റൂമിലൊക്കെ നടക്കുമ്പോ ഒരു ചപ്പൽ യൂസ് ചെയ്യാം. തറയിൽ നിക്കാൻ പാടില്ല. ഇൻ കേസ് നമുക്ക് നിക്കേണ്ടി വന്നാൽ ഇതിനൊക്കെ ചപ്പൽ യൂസ് ചെയ്തിട്ട് നിക്കാം. ചിലപ്പോ നമുക്കൊരു നിക്കേണ്ടി വന്നു പോയാൽ അല്ലേ ചവിട്ടുമെത്തയുടെ മുകളിൽ നിക്കാം. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ ഈ പോസ്റ്റ് നമ്മളിപ്പം പുറത്താണെന്നുണ്ടെങ്കിൽ പോസ്റ്റിന്റെ അടുത്തൊക്കെ പോയി നിക്കാതിരിക്കുക അല്ലേ. പോസ്റ്റ് വന്നടിക്കുമ്പോ കറണ്ട് ഒക്കെ പോകും. അപ്പൊ കറണ്ട് നമ്മളെ അടിക്കും. ഷോക്ക് ഏൽക്കും. പിന്നെ ഉയർന്ന സ്ഥലങ്ങളിൽ നിക്കാതിരിക്കാം. പിന്നുണ്ടോ? ഇനി ഉണ്ടോ വല്ലോ? പിന്നെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? എന്തുവാ മോളെ പറഞ്ഞോ. ചേച്ചിയുടെ കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. ഹലോ ചേച്ചിയുടെ പേരെന്താ?
അഞ്ജന മോൾ എത്രയില്ല? 6 ഇനി 6. ആ, ഓക്കെ. ഏത് സ്കൂളിലാ? ചെറുപുഷ്പ. രണ്ടുപേരെ അച്ഛനാണോ സ്കൂളിൽ കൊണ്ടുപോണേ? അല്ല, ഞാൻ നടന്നു. അപ്പോഴേ നമ്മൾ നടന്നു പോകുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കും? റോഡിന്റെ വലത് ഭാഗത്തൂടെ ഒന്ന് നടക്കാം. ഇടത് ഭാഗത്തൂടല്ലേ നമ്മൾ പോകാനുള്ള? സീബ്ര ലൈൻ വഴി ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോ നമ്മള് സീബ്ര ലൈനിലൂടെ ക്രോസ് ചെയ്യാം. റോഡിന്റെ ഇടത് ഭാഗം ചേർന്ന് പോവുക. തിരിച്ചു വരുമ്പോ വലത് ഭാഗം ചേർന്ന്. പിന്നെന്തൊക്കെയുണ്ട്? ചേച്ചിക്ക് സുഖാണോ? സുഖമാണല്ലോ. അഞ്ജനയ്ക്ക് സുഖമാണോ? ഇനിയിപ്പോ എന്നാ വെക്കേഷൻ ക്ലാസ് തുടങ്ങിയോ? ഇല്ല, ട്യൂഷൻ തുടങ്ങി. ട്യൂഷന് പോകുമ്പം എങ്ങനെ പോണേ? നടന്ന്? ഇപ്പൊ നമ്മൾ പോണ വഴിക്ക് നമുക്ക് പരിചയമില്ലാത്ത ഒരാളൊന്ന് വിളിച്ചാ പോവോ? ഇല്ല. പിന്നെ അതെന്താ പോവാത്തെ? നമ്മളെ പിടിച്ചോണ്ടായ വീട്ടുകാരെങ്കിലും അറിയോ? അതെ, ആരും അറിയത്തില്ല. അച്ഛനും അമ്മ അല്ലാതെ വേറെ ആരും വന്ന് വിളിച്ചാലും നമ്മള് പോവാൻ പാടില്ലേ അല്ലേ? പിന്നെന്തൊക്കെയുണ്ട്? പിന്നൊന്നുമില്ല. അപ്പൊ രണ്ടുപേരും നല്ല കുട്ടികളാട്ടോ. ഒത്തിരി കാര്യങ്ങൾ അറിയാം രണ്ടുപേർക്കും. അപ്പൊ ഇനിയും വിളിക്കും അടുത്ത ആഴ്ച? വിളിക്കും. ഓക്കെ. അപ്പൊ വീണ്ടും വിളിക്കാം. ടാറ്റാ.